ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ഗ്രോ മലയാളം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയുമ്പം എന്തുകൊണ്ടാണ് നിങ്ങൾ SIPs നിർത്തരുതെന്ന് പറയുന്നത് ഈ ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവോ, നമുക്കിന്ന് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഏറ്റവും സിമ്പിൾ അതുപോലെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു വഴിയാണ് SIPs അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഓഫർ ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഇതുവഴി നമുക്കൊരു ഫിക്സഡ് എമൗണ്ട് റെഗുലർ ഇൻ്റർവെല്ലിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന മ്യൂച്വൽ ഫണ്ട് സ്കീമിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇക്വിറ്റി ഫണ്ട് വഴി പതിയെ നമ്മുടെ സമ്പത്ത് ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്ന ഒന്നാണിത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ SIP കോൺട്രിബ്യൂഷനിൽ നമ്മളൊരു റെക്കോർഡ് ഇൻഫ്ലോ ആണ് കണ്ടേക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാർട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പോൾ ഫൈനാൻഷ്യൽ 2020-21 നിന്ന് ഫൈനാൻഷ്യൽ 2024-25 നോക്കുകയാണെങ്കിൽ SIP കോൺട്രിബ്യൂഷൻ ഇരട്ടിയിലധികം ആയിട്ടുണ്ട്. അതായത് 2020-21 98,060 കോടിയിൽ നിന്ന് 2024-25 2,11,27 കോടിയായിട്ട് SIP കോൺട്രിബ്യൂഷൻ കൂടിയിട്ടുണ്ട്. അപ്പം ഇവിടെ SIPയിലേക്ക് ആളുകൾ ഇത്രയും അധികം താല്പര്യം കൂടാനുള്ള കാരണം എന്താണ്? അപ്പോൾ ഇതിന്റെ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് 500 രൂപ മാസം വെച്ച് മ്യൂച്വൽ ഫണ്ടിലേക്ക് SIP ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട്. കൂടാതെ സെബി 250 രൂപയുടെ SIP പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട്. അതായത് ചെറിയ തുക വെച്ചാണെങ്കിലും ആളുകൾക്ക് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കാനായിട്ടാണ്. അപ്പോൾ ഇതുവഴി SIPs ഒരു അട്രാക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആയിട്ട് മാറുവാണ്. അപ്പോൾ ചില EMCകളൊക്കെ 100 രൂപയുടെ SIPs ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ SIPs വഴി സ്റ്റോക്ക് മാർക്കറ്റ് ടൈം ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും SIPs തുടങ്ങാം. അതിപ്പോൾ മാർക്കറ്റ് ഇടിഞ്ഞിട്ടായിക്കോട്ടെ അല്ലെങ്കിൽ മാർക്കറ്റ് കയറിയിട്ടായിക്കോട്ടെ, ഏതൊരു ടൈമിൽ വേണമെങ്കിലും നിങ്ങൾക്ക് SIPs തുടങ്ങാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ അടുത്തായിട്ട് ഇന്ത്യയിൽ SIP സ്റ്റോപ്പേജ് റേഷ്യോ കൂടുതലാണ്. അപ്പോൾ ഇവിടെ SIP സ്റ്റോപ്പേജ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? SIP സ്റ്റോപ്പേജ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പീരീഡ് നമ്മൾ എടുക്കുമ്പോൾ അതിൽ നമ്മൾ പുതിയ SIP രജിസ്ട്രേഷൻ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എത്ര SIPs ഡിസ്കണ്ടിന്യൂഡ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ എക്സ്പയർഡ് ആയിട്ടുണ്ട്, ഈ ഒരു പെർസെൻറ്റേജ് ആണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ എത്ര ഇൻവെസ്റ്റേഴ്സ് അവരുടെ SIPs നിർത്തുന്നുണ്ട് വേഴ്സസ് എത്ര ഇൻവെസ്റ്റേഴ്സ് പുതിയത് തുടങ്ങുന്നു, ഇതാണ്. അതുപോലെ നിങ്ങൾക്ക് അറിയാവോ, നവംബർ 2024 SIP സ്റ്റോപ്പേജ് റേഷ്യോ തേർഡ് ഹയസ്റ്റ് ലെവൽ എത്തിയായിരുന്നു, 79.12%. ഇൻഫാക്ട് ഇതെന്ന് പറഞ്ഞ് തുടർച്ചയായിട്ട് 4ാമത്തെ മാസമാണ് SIP സ്റ്റോപ്പേജ് റേഷ്യോ കൂടുന്നത്. കൂടാതെ പുതിയ SIP രജിസ്ട്രേഷൻ എണ്ണവും തുടർച്ചയായിട്ട് 2ാം മാസവും കുറഞ്ഞു. പാംഫി ഡാറ്റ പ്രകാരം നവംബർ 2024 49 ലക്ഷം പുതിയ SIP അക്കൗണ്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒക്ടോബർ 2024 വെച്ച് നോക്കുമ്പോൾ 63,70,000 പുതിയ SIP അക്കൗണ്ടുകളെക്കാളും കുറവാണ്. അതേസമയത്ത് 2024 നവംബറിൽ SIP ഡിസ്കണ്ടിന്യൂഷൻ 39,14,000 ആയിട്ട് കൂടിയിട്ടുണ്ട്. ഒക്ടോബർ 2024 ഇത് 38,80,000 ആയിരുന്നു. അപ്പോൾ ഇതുകൊണ്ടാണ് SIP സ്റ്റോപ്പേജ് റേഷ്യോ നവംബർ 2024 79.12% എത്തിയത്. ഹയസ്റ്റ് മെയ് 2024 88.38% എത്തിയായിരുന്നു. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഒരുപാട് ആളുകൾ അവരുടെ SIPs നിർത്തുന്നതെന്നാണ്. ബട്ട് അതിനു മുമ്പ് ഇതുപോലെയുള്ള ഫൈനാൻഷ്യൽ കോണ്ടന്റ്സിനായിട്ട് നമ്മുടെ ചാനൽ ഗ്രോ മലയാളം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഒരു കാര്യം കൂടെ, ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനാണ് ചെയ്തേക്കുന്നത്. ഇതൊരു ഫൈനാൻഷ്യൽ അഡ്വൈസ് ആയിട്ട് നിങ്ങൾ എടുക്കരുത്. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ അവരുടെ ഇക്വിറ്റി ഫണ്ട് SIPs നിർത്തുന്നത്? കാരണം 2024 ഒക്ടോബറിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞത് കണ്ട് പേടിച്ചിട്ടാണ് ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നോക്ക്, 2024 ഒക്ടോബർ മുതൽ നവംബർ എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഒരു വോളറ്റൈൽ ഫേസ് ആയിരുന്നു. കാരണം ഗ്ലോബൽ കണ്ടീഷൻ ഒക്കെ മോശമാകുന്ന സൂചന. പിന്നെ ചൈനയുടെ ഇക്കണോമിക് സ്റ്റിമുലസ് കാരണം ചൈനീസ് സ്റ്റോക്ക് മാർക്കറ്റ് ഗ്ലോബൽ സ്പോട്ട്ലൈറ്റിലേക്ക് വന്നത്. അതുപോലെ തന്നെ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള ടെൻഷൻ. കൂടാതെ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയാനുള്ള ഏറ്റവും വലിയൊരു കാരണമായത് FIS ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് എക്സിറ്റ് ചെയ്തതാണ്. ഇപ്പോൾ 2024 ഒക്ടോബറിൽ FIS $11.4 ബില്യൺ മൂല്യമുള്ള ഇന്ത്യൻ സ്റ്റോക്സ് ആണ് വിറ്റത്. അപ്പോൾ ഇത് മാർക്കറ്റ് ഇടിയാൻ വേണ്ടി കാരണമാക്കി. അതുപോലെ തന്നെ ജാനുവരി 2025 വിദേശ നിക്ഷേപകരുടെ ഒഴുക്കിന്റെ കാര്യത്തിൽ ഏറ്റവും മോശം തുടക്ക മാസങ്ങളിൽ ഒന്നായിരുന്നു. അപ്പോൾ നെറ്റ് ഔട്ട്ഫ്ലോ ഏകദേശം $8 ബില്യൺ അടുത്താണ്. സോ എന്തുകൊണ്ടാണ് ഇവിടെ FIS ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നത്? അപ്പോൾ ആദ്യത്തെ കാര്യം, ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം കുറയുന്നതാണ്. ഇപ്പോൾ 2025 ഫെബ്രുവരി 6 ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ US ഡോളറിന് എഗനിസ്റ്റ് ഏറ്റവും കുറവെത്തിയായിരുന്നു. അതായത് $1 എന്ന് പറഞ്ഞാൽ 87.55 ഇന്ത്യൻ രൂപ എത്തിയായിരുന്നു. അപ്പോൾ ഇത് ഇമ്പോർട്ട് ബില്ല് കൂടാൻ വേണ്ടി കാരണമായി, മെയിൻലി ക്രൂഡ് ഓയിൽ അതുപോലെ എഡിബിൾ ഓയിൽസ്. ഇനി 2024 ഏപ്രിൽ അതുപോലെ 2024 നവംബറിൻ്റെ ഇടയ്ക്ക് ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഡിപ്പെൻഡൻസി 88% സോ ഇപ്പോൾ ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറഞ്ഞത് ഇമ്പോർട്ട് ബില്ല് കൂടാൻ വേണ്ടി കാരണമായി. അതുവഴി ഇമ്പോർട്ടഡ് ഗുഡ്സിൻ്റെ ചെലവ് കൂടി. അപ്പോൾ ഇത് ഇൻഫ്ലേഷന് വഴിയൊരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഇക്കണോമിക് ഗ്രോത്ത് സ്ലോ ഡൗൺ ആക്കി. ഇനി റോയിറ്റേഴ്സ് പ്രകാരം മാനുഫാക്ചറിംഗ് സെക്ടർ വീക്ക് ആവുന്നു, അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഇൻവെസ്റ്റ്മെന്റ് കുറയുന്നു, ഇന്ത്യയുടെ GDP ഗ്രോത്ത് കുറയാൻ വേണ്ടിയിട്ട് കാരണമാവാം. അപ്പോൾ ഫൈനാൻഷ്യൽ 2024-25 GDP ഗ്രോത്ത് ജസ്റ്റ് 6.4% അപ്പോൾ 4 വർഷത്തിൽ ഏറ്റവും കുറവ്.
ഇനി അടുത്തൊരു കാരണം ഇന്ത്യൻ കമ്പനികളുടെ പ്രോഫിറ്റ് ഗ്രോത്ത് കുറയുന്നതാണ്. ഇപ്പോൾ സെപ്റ്റംബർ ക്വാർട്ടറിൽ ഇന്ത്യൻ കമ്പനികളുടെ നെറ്റ് പ്രോഫിറ്റ് 3.6% മാത്രമേ വളർന്നിട്ടുള്ളൂ. അപ്പോൾ 17 ക്വാർട്ടറിൽ ഏറ്റവും സ്ലോവസ്റ്റ് ഗ്രോത്ത്. ഇനി 2024 ഡിസംബർ ക്വാർട്ടറിൽ റവന്യൂ ഗ്രോത്ത് എസ്റ്റിമേറ്റ് ജസ്റ്റ് 4-6% ആണ്. ഇനി FIS എക്സിറ്റ് ചെയ്യാൻ അടുത്തൊരു കാരണം എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ്. അപ്പോൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ടു GDP റേഷ്യോ, അതായത് ബഫർ ഇൻഡിക്കേറ്റർ 135%. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് എക്കണോമിക് പ്രൊഡക്ടിവിറ്റിനേക്കാളും 35% കൂടുതലാണെന്നാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ FIS അണ്ടർ വാല്യൂ സ്റ്റോക്സ് ലഭിക്കുന്ന രാജ്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യും. അപ്പോൾ ഇതുകൂടാതെ US ജോബ് മാർക്കറ്റ് സ്ട്രോങ് ആവുന്നതും US ബോണ്ട് ഈൽഡ് കൂടുന്നത്, US ഡോളർ സ്ട്രെങ്തൻ ചെയ്യുന്നതും, അതുപോലെ തന്നെ ചൈനയിൽ US താരിഫ് റിലേറ്റഡ് അൺസർട്ടനിറ്റിയും ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് കുറച്ച് നാളത്തേക്ക് മാറ്റി നിർത്തിയേക്കാം. ഇപ്പം കൂടുതൽ ആളുകളും വിചാരിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് ഇനിയും ഇടിഞ്ഞേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു SIP ഒക്കെ തുടങ്ങാനായിട്ട് നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാമെന്നാണ് അവർ വിചാരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇപ്പോൾ നിലവിലുള്ള ഇൻവെസ്റ്റേഴ്സും മാർക്കറ്റ് ഇടിയുന്ന കണ്ടിട്ട് പേടിച്ചിട്ട് അവരുടെ SIPs നിർത്തുന്നുണ്ട്. പക്ഷേ മാർക്കറ്റ് ഇടിയുമ്പോൾ നിങ്ങൾ SIPs നിർത്തുന്ന ഒരു മോശം ഐഡിയ ആണ്. കാരണം റുപ്പി കോസ്റ്റ് ആവറേജിങ് ബെനിഫിറ്റ് ആണ്. ഇപ്പം എന്താണ് ഈ റുപ്പി കോസ്റ്റ് ആവറേജിങ് എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു രീതി എന്ന് പറഞ്ഞാൽ കുറഞ്ഞ് നിൽക്കുമ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ട് കൂടി നിൽക്കുമ്പോൾ വിൽക്കുന്നതാണ്. പക്ഷേ നമുക്ക് എങ്ങനെ അറിയാൻ വേണ്ടി സാധിക്കും എപ്പോഴാണ് ഈ മാർക്കറ്റ് ലോവസ്റ്റ് പോയിന്റിലേക്ക് എത്തുക, അതുപോലെ തന്നെ എപ്പോഴാണ് ഹയസ്റ്റ് പോയിന്റിൽ എത്തുക എന്നുള്ളത്? അപ്പോൾ ഇവിടെയാണ് ശരിക്കും SIP കടന്നു വരുന്നത്. കാരണം നമുക്ക് ഇവിടെ റുപ്പി കോസ്റ്റ് ആവറേജിങ്ങിന്റെ ബെനിഫിറ്റ് കിട്ടും. അതായത് നമുക്ക് മാർക്കറ്റ് ടൈം ചെയ്യേണ്ട ആവശ്യം നമുക്ക് ഇവിടെ വരുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ റുപ്പി കോസ്റ്റ് ആവറേജിങ് വർക്ക് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് ടൈം ചെയ്യാതെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് സ്കീമിലേക്ക് ഒരു ഫിക്സഡ് എമൗണ്ട് നമ്മൾ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആക്ച്വലി നമ്മളിവിടെ പല മാർക്കറ്റ് ലെവലിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലേ? ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞിട്ടാണ് ഉള്ളതെങ്കിൽ നമുക്ക് കൂടുതൽ യൂണിറ്റ്സ് നമുക്ക് ഇവിടെ കിട്ടും. ഇനിയിപ്പോൾ മാർക്കറ്റ് കയറിയിട്ടാണ് ഉള്ളതെങ്കിൽ നമുക്ക് സെയിം എമൗണ്ടിൽ കുറച്ച് യൂണിറ്റ്സ് മാത്രമേ ലഭിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോങ് റണ്ണിൽ ഇക്വിറ്റി ഫണ്ട് യൂണിറ്റ് പ്രൈസ് ആവറേജ് ഔട്ട് ആവും. അതുപോലെ തന്നെ ഷോർട്ട് ടേം മാർക്കറ്റ് ഫ്ലക്ച്വേഷന്റെ ഇമ്പാക്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് റുപ്പി കോസ്റ്റ് ആവറേജിന്റെ ബെനിഫിറ്റ് നമുക്ക് മനസ്സിലാക്കാം. സപ്പോസ് നിങ്ങൾ SIP വഴി ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് സ്കീമിലേക്ക് 2000 രൂപ വെച്ച് എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ടേബിളിൽ കാണുന്ന പോലെ ഫണ്ടിന്റെ NAV, അതായത് നെറ്റ് ആസറ്റ് വാല്യൂ, എല്ലാ മാസവും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ 2000 രൂപ വെച്ച് എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്താൽ ഒരു വർഷം നമുക്ക് 24,000 രൂപയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ 1346 യൂണിറ്റ്സ് അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ജാനുവരി 2023 നിങ്ങൾ ഒറ്റയടിക്ക് 24,000 രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ NAV വാല്യൂ 20 രൂപയായിരുന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് 1346 യൂണിറ്റ്സിന് പകരം 1200 യൂണിറ്റ്സ് മാത്രമേ ലഭിക്കുള്ളായിരുന്നു. ഇപ്പോൾ ഡിസംബർ 2023 ആയപ്പോഴേക്കും NAV വാല്യൂ 22 രൂപയായി. അപ്പോൾ ലംസം ഇൻവെസ്റ്റ്മെന്റ് മൂല്യം എന്ന് പറയുന്നത് 1200 യൂണിറ്റ്സ് ഇൻറ്റു 22 രൂപ, അതായത് 26,400 രൂപയാണ്. ഇനിയിപ്പോൾ SIP ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ 1346 യൂണിറ്റ്സ് ഇൻറ്റു 22 രൂപ, അതായത് 29,612 രൂപയാണ്. പക്ഷേ SIPയുടെ റുപ്പി കോസ്റ്റ് ആവറേജിങ് ലംസം ഇൻവെസ്റ്റ്മെന്റിനേക്കാളും കൂടുതൽ റിട്ടേൺസ് എപ്പോഴും തരുമെന്ന് നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല. എന്നാലും ഇത് സ്റ്റോക്ക് മാർക്കറ്റ് വോളറ്റിലിറ്റി ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ലോങ് ടേമിൽ ഇൻഫ്ലേഷൻ മറികടക്കുന്ന റിട്ടേൺസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ടും സഹായിക്കും. അപ്പോൾ അതുകൊണ്ടാണ് SIPs കണ്ടിന്യൂ ചെയ്യാനായിട്ട് എക്സ്പേർട്സ് സജസ്റ്റ് ചെയ്യുന്നത്. എസ്പെഷ്യലി മാർക്കറ്റ് ഇടിയുമ്പോൾ SIPs നിർത്തുന്നതിലും കണ്ടിന്യൂ ചെയ്യാനാണ് അവർ സജസ്റ്റ് ചെയ്യുന്നത്. സോ ഇനി നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് മാർക്കറ്റ് ഇടിയുമ്പോൾ നമ്മൾ SIPs നിർത്തരുതെന്ന് പറയുന്നതെന്ന്. അപ്പോൾ നമുക്ക് 2 സ്റ്റോക്ക് മാർക്കറ്റ് സിനാരിയോ നോക്കാം. ആദ്യത്തെ കേസ്, സ്റ്റോക്ക് മാർക്കറ്റ് എല്ലാ മാസവും ഒരു 2% വെച്ച് ഇടിയുന്നുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ നിങ്ങളിപ്പോൾ ഇക്വിറ്റി ഫണ്ടിലേക്ക് എല്ലാ മാസവും 10,000 രൂപ വെച്ച് SIP ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ജാനുവരിയിൽ NAV വാല്യൂ വരുന്നത് 100 രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫണ്ടിൻ്റെ 100 യൂണിറ്റ്സ് ഇവിടെ ലഭിക്കും. ഇനി എല്ലാ മാസവും മാർക്കറ്റ് 2% വെച്ച് അടുത്ത 12 മാസത്തേക്ക് ഇടിയുവാന്ന് നിങ്ങളിവിടെ വിചാരിക്കുക. അപ്പോൾ ഫെബ്രുവരിയിൽ NAV വാല്യൂ 98 രൂപയായി. സോ ഇവിടെ നിങ്ങൾക്ക് 10,000 രൂപയ്ക്ക് 102 യൂണിറ്റ്സ് കിട്ടി. ഇനിയിപ്പോൾ മാർച്ചിലെ NAV വാല്യൂ 96 രൂപയായി. സോ ഇവിടെ നിങ്ങൾക്ക് 106 യൂണിറ്റ്സ് ലഭിക്കും. അങ്ങനെ അത് പോകും. ഇനി ഇയർ എൻഡ് ആകുമ്പോഴേക്കും, അതായത് ഡിസംബർ ആകുമ്പോഴേക്കും 1344 യൂണിറ്റ്സ് നിങ്ങൾ അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി അടുത്ത് മാർക്കറ്റ് സ്റ്റേബിൾ ആയിട്ട് ഒരു വർഷം മൊത്തം പോവാണ്. അപ്പോൾ NAV ഇവിടെ 100 രൂപ തന്നെ. അങ്ങനെയെങ്കിൽ 10,000 രൂപ വെച്ച് 12 മാസത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ 1,20,000 രൂപ ആയിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 1200 യൂണിറ്റ്സ് ലഭിച്ചിട്ടുണ്ടാവും, അല്ലേ? പക്ഷെ നമ്മളിവിടെ മാർക്കറ്റ് ഇടിയുന്ന സിനാരി നോക്കുകയാണെങ്കിൽ നമുക്ക് 1344 യൂണിറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഡിസംബറിൽ NAV വാല്യൂ 80 ആണെങ്കിൽ നമ്മുടെ ഇക്വിറ്റി ഫണ്ട് വാല്യൂ എന്ന് പറയുന്നത് 1344 യൂണിറ്റ്സ് ഇൻറ്റു 80 രൂപ, അതായത് 1,07,641 രൂപയായിരിക്കും. അപ്പോൾ ഇത് കാണിക്കുന്നത് -10.3% റിട്ടേൺ ആണ്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് റിട്ടേൺ ഇത്രയും വലുതായിട്ട് കാണാനുള്ള കാരണം ഡിക്ലൈനിങ് NAVയിൽ കോമ്പൗണ്ടിങ് നടക്കുന്നതുകൊണ്ടാണ്. ഇനി നമുക്ക് അടുത്ത കേസ് നോക്കാം. അതായത് സ്റ്റോക്ക് മാർക്കറ്റ് എല്ലാ മാസവും 2% വെച്ചിട്ട് കൂടുവാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇക്വിറ്റി ഫണ്ടിലേക്ക് എല്ലാ മാസവും 10,000 രൂപ വെച്ച് SIP ചെയ്യുകയാണ്. അപ്പോൾ ജാനുവരിയിൽ NAV 100 രൂപ.
സോ നമുക്കിവിടെ ഫണ്ടിന് 100 യൂണിറ്റ്സ് ലഭിക്കും. ഇനിയിപ്പോൾ എല്ലാ മാസവും സ്റ്റോക്ക് മാർക്കറ്റ് 2% വെച്ച് കൂടുകയെന്ന് വിചാരിക്കുക അടുത്ത 12 മാസത്തേക്ക്. സോ ഫെബ്രുവരിയിൽ NAV 102 രൂപയാകും. സോ നമുക്കിവിടെ 98 യൂണിറ്റ്സ് ആണ് സെയിം 10,000 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നത്. ഇനി മാർച്ചിൽ NAV 104 രൂപയാകും. സോ ഇവിടെ നമുക്ക് 94 യൂണിറ്റ്സ് ആവും കിട്ടുന്നത്. അങ്ങനെ ഇനിയിപ്പോൾ ഇയർ എൻഡ് ആകുമ്പോഴേക്കും, അതായത് ഡിസംബർ ആകുമ്പോഴേക്കും നമുക്ക് 1079 യൂണിറ്റ്സ് ആയിരിക്കും ഉള്ളത്. ഇനിയിപ്പോൾ ഇവിടെ മാർക്കറ്റ് ഒരു വർഷത്തേക്ക് ഫുൾ സ്റ്റേബിൾ ആയിട്ടാണ് ഉള്ളതെന്ന് നിങ്ങൾ വിചാരിക്കുക. സോ NAV ഇവിടെ 100 രൂപ തന്നെ. സോ നമുക്കിവിടെ 1,20,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് 1200 യൂണിറ്റ്സും കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ മാർക്കറ്റ് കയറുന്ന സിനാരിയോയിൽ നമുക്ക് 1079 യൂണിറ്റ്സ് ആണ് ഉള്ളത്. ഇപ്പോൾ ഡിസംബർ ആകുമ്പോഴേക്കും ഇവിടെ NAV 124 രൂപയാണ്. അപ്പോൾ ഇവിടെ ഇക്വിറ്റി വാല്യൂ എന്ന് പറയുന്നത് 1079 ഇൻറ്റു 124 അതായത് 1,34,120 രൂപ. അപ്പോൾ ഇവിടെ ടോട്ടൽ റിട്ടേൺസ് വരുന്നത് 11.77%. ഇവിടെ ഈ ഒരു റിട്ടേൺ എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി കുറവാണ്. കാരണം ഇവിടെ കോമ്പൗണ്ടിങ് കൂടുന്ന NAV-യിൽ സംഭവിക്കുന്നതുകൊണ്ടാണ്. ഇനി നമ്മൾ എപ്പോഴാണ് ഒരു SIP തുടങ്ങേണ്ടതെന്ന് എങ്ങനെ നമുക്ക് തീരുമാനിക്കാൻ വേണ്ടി സാധിക്കും? അപ്പോൾ നമ്മളിവിടെ വൈറ്റ് ഓക്ക് ക്യാപിറ്റൽ AMC സ്റ്റഡി റെഫർ ചെയ്തുകൊണ്ടാണ് ഇത് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം, ഏതൊരു മാർക്കറ്റ് സൈക്കിളിന്റെ ടോപ്പ് ആൻഡ് ബോട്ടം തുടർച്ചയായിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. പക്ഷേ ഇപ്പോൾ ഒരാൾക്ക് മാർക്കറ്റ് സൈക്കിളിന്റെ എക്സാക്ട് ടോപ്പ് ആൻഡ് ബോട്ടം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കുക. അതുപോലെ തന്നെ ലോങ് ടേമിലേക്ക് SIP സ്റ്റാർട്ട് ചെയ്യണം അദ്ദേഹത്തിന്. അങ്ങനെയെങ്കിൽ ഇവിടെയുള്ള ചോദ്യം ഇതാണ്, ഈ ഒരു ഇൻവെസ്റ്റർ മാർക്കറ്റ് സൈക്കിൾ ടോപ്പിലാണോ അതോ ബോട്ടത്തിലാണോ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? സോ ഈ ഒരു അനാലിസിസിനായിട്ട് വൈറ്റ് ഓക്ക് ക്യാപിറ്റൽ AMC BSE സെൻസെക്സ് TRIയുടെ കഴിഞ്ഞ 28 വർഷത്തെ ഡേറ്റയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മാർക്കറ്റ് ടോപ്പ് ലെവലിൽ നിന്ന് 20% ഇടിഞ്ഞിട്ടുള്ള പീരീഡ് ആണ് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു പീരീഡിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ 2 ഇൻവെസ്റ്റേഴ്സിന്റെ സമ്മറി നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു ടേബിൾ നിങ്ങളിപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ 2 ഇൻവെസ്റ്റേഴ്സിന്റെ ഇൻവെസ്റ്റ്മെന്റ് സമ്മറിയാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പം ഒരു ഇൻവെസ്റ്റർ 2008 BSE സെൻസെക്സ് TRIയിൽ 10,000 രൂപയുടെ SIP തുടങ്ങുവാണെങ്കിൽ മാർക്കറ്റ് പീക്ക് ലെവലിൽ എത്തിയപ്പോൾ 2024 ഡിസംബർ 31 ആയപ്പോഴേക്കും 20,40,000 രൂപ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഇതിന്റെ കറന്റ് വാല്യൂ എന്ന് പറയുന്നത് 72 ലക്ഷം രൂപയാണ്. അതായത് 13.5% XIRR-ഓടെ. ഇനിയിപ്പം ഈ ഒരു സെയിം ഇൻവെസ്റ്റർ തന്നെ മാർച്ച് 2009 SIP തുടങ്ങിയിരുന്നെങ്കിൽ, അതായത് മാർക്കറ്റ് ബോട്ടം ലെവലിലായിരുന്നപ്പോൾ, അങ്ങനെയെങ്കിൽ 2024 ഡിസംബർ 31 ആയപ്പോഴേക്കും 19 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പം ഇതിന്റെ ഒരു കറന്റ് വാല്യൂ എന്ന് പറയുന്നത് 61,70,000 രൂപയാണ്. 13.6% XIRR-ഓടെ. ഇവിടെ നിങ്ങൾ നോക്കിയാൽ ബോട്ടം ലെവലിൽ SIP സ്റ്റാർട്ട് ചെയ്തപ്പോൾ XIRR 13.6%, ടോപ്പ് ലെവലിൽ തുടങ്ങിയപ്പോൾ 13.5%. അപ്പോൾ ഇവിടെ ബോട്ടം ലെവൽ SIP തുടങ്ങിയപ്പോൾ XIRR ടോപ്പ് ലെവലിൽ തുടങ്ങിയതിനേക്കാളും കുറച്ച് കൂടുതലാണ്. ഇനി ഇവിടെ വെൽത്ത് ക്രിയേഷൻ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് സൈക്കിൾ ടോപ്പ് ആയിരുന്നപ്പോൾ തുടങ്ങിയ SIP 72 ലക്ഷമാണ് ക്രിയേറ്റ് ചെയ്തത്. ഇത് നമ്മൾ ബോട്ടം ലെവൽ മാർക്കറ്റ് സൈക്കിൾ SIP വെച്ച് നോക്കുമ്പോൾ 10,50,000 രൂപ കൂടുതലാണ്. ഇപ്പോൾ ബോട്ടം ലെവലിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തത് 61,70,000 രൂപയാണ്. ഈ ഒരു സ്റ്റഡിയിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഇതാണ്, സ്റ്റോക്ക് മാർക്കറ്റ് കറക്റ്റ് ആകുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നതിന് പകരം എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് SIPs തുടങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ ലോങ് ടേമിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇവിടെ മാർക്കറ്റ് എപ്പോഴൊക്കെ ഇടിഞ്ഞു കയറി എന്നൊന്നും നമ്മളിവിടെ നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇക്വിറ്റി ഫണ്ടിൽ നിന്ന് സമ്പത്ത് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ നമുക്കിവിടെ കൺക്ലൂഡ് ചെയ്ത് പറയാനുള്ള ഇതാണ്, ഇപ്പം മാർക്കറ്റ് ഇടിയുമ്പം SIPs നിർത്തുന്ന ഒരു ബുദ്ധിപരമായിട്ടുള്ള ഐഡിയ അല്ല. ഈവൻ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പുതിയ SIPs തുടങ്ങാം. അതുപോലെ തന്നെ മാർക്കറ്റ് ഇടിയുമ്പോഴാണ് നമുക്ക് SIPയിൽ നിന്ന് മാക്സിമം ബെനിഫിറ്റ് ലഭിക്കുകയും ചെയ്യുന്നത്. കാരണം ഇവിടെയാണ് നമുക്ക് റുപ്പി കോസ്റ്റ് ആവറേജിങ് ബെനിഫിറ്റ് ലഭിക്കുന്നത്. അപ്പം പകുതിക്ക് വെച്ചിട്ട് നിങ്ങൾ SIPs നിർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മൊത്തം സ്ട്രാറ്റജി വെറുതെ ആയി പോകും. അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ഇവിടെ ഓർക്കണം, ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് ഒരിക്കലും ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസ് അല്ല. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫീഡ്ബാക്സ് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഗ്രോ മലയാളം കൂടി നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.